നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മുരിങ്ങയ്ക്ക ഒഴിച്ചുകറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി ഒരു അരക്കപ്പ് ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി ചേർത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി തക്കാളി നന്നായി വേകുന്നിടം വരെ ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ മുരിങ്ങയ്ക്ക മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ തോലൊന്ന് ചുരണ്ടിയിട്ടുണ്ട്. പിന്നെ മുറിച്ചിട്ട് രണ്ടായി പിളർന്നെടുത്തതാണ്. ഇനി ഇത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തിരുമിയ തേങ്ങ ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിൽ ജീരകവും മല്ലിപ്പൊടിയൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ മുളക് പൊടി ആണെങ്കിലും വളരെ കുറച്ച് മതി. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയ്ക്ക വെന്തോന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ മുരിങ്ങയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് ആ മുരിങ്ങയ്ക്ക ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ ആ പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഇളക്കി ഇളക്കി ചൂടാക്കി എടുത്താൽ മതി. നമ്മൾ മോര് കാച്ചുമ്പോഴൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. കറി തിളച്ചു പോകരുത്. ഇപ്പം നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.